ഹേ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ഗിസ്മോ. ഇന്ന് വളരെയധികം സമയം നമ്മൾ നമ്മുടെ കാറുകളിൽ സ്പെൻഡ് ചെയ്യണം അല്ലേ. നമ്മൾ ബിസിനസ് ആവശ്യങ്ങൾക്ക് യാത്ര ചെയ്യുവാനും അല്ലെങ്കിൽ ഓഫീസിലേക്ക് യാത്ര ചെയ്യാനോ അല്ലെങ്കിൽ ഈവൻ നമ്മുടെ ട്രിപ്പ് പോകാനൊക്കെ ലിഷർ ട്രാവലും ഒക്കെ വളരെയധികം ഇന്ന് ഇൻക്രീസ് ചെയ്ത ഒരു കാലഘട്ടമാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഈ ദൂരമായിട്ടുള്ള യാത്രകളിലൊക്കെ നമുക്കൊരു ബോറടിക്കുന്നത് ഒഴിവാക്കുവാനും അല്ലെങ്കിൽ ട്രാഫിക്കിലൊക്കെ കുടുങ്ങിക്കിടക്കുന്ന സമയത്ത് ആ വിരഹത ഒന്ന് മാറ്റുവാനും ഒക്കെ നമ്മൾ വളരെയധികം മ്യൂസിക്കിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് അല്ലേ. ഇന്നിപ്പോൾ നമ്മളൊരു പുതിയ കാർ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ബേസ് വേർഷൻ അല്ലാത്ത എല്ലാ കാറുകളിലും മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട്. കോസ്റ്റ് വളരെയധികം കുറക്കുവാൻ ഉള്ള ഒരു ശ്രമത്തിൽ ഈ സ്പീക്കേഴ്സ് ആണ് ഏറ്റവും അധികം അനുഭവിക്കുന്നത്. ലോ ക്വാളിറ്റി സ്പീക്കേഴ്സ് ഒക്കെയാണ് ഇന്നത്തെ കാറുകളിൽ നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സെനാറിയോയിൽ നിങ്ങൾക്ക് ചിലപ്പം കുറച്ചും കൂടി നല്ലൊരു സ്പീക്കേഴ്സ് അപ്ഗ്രേഡ് ചെയ്യണം എന്ന് തോന്നുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. എങ്ങനെ നിങ്ങൾക്ക് നല്ല ഒരു കാർ സ്പീക്കേഴ്സ് ചൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ നീഡാണ്, അതായത് എന്താണ് നമുക്ക് വേണ്ടത് എന്നുള്ളത്. അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ഫാക്ടറി സ്പീക്കേഴ്സ് അപ്ഗ്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരായിരിക്കും. നിങ്ങൾ ചിലപ്പോൾ ബഡ്ജറ്റ് കോൺഷ്യസ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കൊരു കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു സൗണ്ട് സിസ്റ്റം മതി എന്ന് വിചാരിക്കുന്ന ആളായിരിക്കും. അതല്ലെങ്കിൽ നിങ്ങൾ വളരെയധികം മ്യൂസിക് ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിരിക്കും. നല്ലൊരു ക്വാളിറ്റിയിൽ തന്നെ മ്യൂസിക് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളായിരിക്കും. പൈസ സ്പെൻഡ് ചെയ്യാൻ റെഡിയാണ്, പക്ഷേ എനിക്ക് നല്ല ക്വാളിറ്റി മ്യൂസിക് കിട്ടണം എന്ന് വിചാരിക്കുന്ന ആളും ആയിരിക്കാം. അപ്പോൾ ഈ രണ്ടിൽ ഏതാണ് നിങ്ങൾക്ക് പ്രിഫർ ചെയ്യുന്നത് എന്നുള്ള ഒരു കാര്യം ആദ്യം നമ്മൾ മനസ്സിൽ അത് ഉറപ്പിക്കണം. അപ്പോൾ ഈ ഒരു റിക്വയർമെൻറ്റിനനുസരിച്ച് നമ്മൾ കുറച്ചൊരു ബഡ്ജറ്റ് കസ്റ്റമൈസ് ചെയ്യാനും അതിനനുസരിച്ചുള്ള സ്പീക്കേഴ്സ് ചൂസ് ചെയ്യാനും നമുക്ക് സാധിക്കും. സ്പീക്കേഴ്സ് ശരിക്കും പറഞ്ഞാൽ രണ്ട് ടൈപ്പാണ്. ഒന്ന് കോമ്പണന്റ് സ്പീക്കേഴ്സ്, പിന്നെ ഒന്ന് കോആക്സിയൽ സ്പീക്കേഴ്സ് അല്ലെങ്കിൽ ഫുൾ റേഞ്ച് സ്പീക്കേഴ്സ് എന്ന് പറയും. കോമ്പണന്റ് സ്പീക്കേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെയധികം സുപ്പീരിയർ ആയിട്ടുള്ള ഒരു സ്പീക്കർ ഡിസൈനാണ് നമുക്ക് നൽകുന്നത്. ഏറ്റവും ബെസ്റ്റ് പോസിബിൾ സൗണ്ട് തരാനാണ് ആ ഒരു ഡിസൈൻ ശ്രമിക്കുന്നത്. കോമ്പണന്റ് സ്പീക്കറിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വൂഫേഴ്സ് ഉണ്ടാവും, പിന്നെ ട്വീറ്റേഴ്സ് ഉണ്ടാവും, പിന്നെ എക്സ്റ്റേണൽ ക്രോസ് ഓവേഴ്സ് എന്ന് പറയുന്ന ഒരു ചെറിയൊരു ബോക്സുകളും ഉണ്ടാവും. നേരെ മറിച്ച് നിങ്ങൾ കോആക്സിയൽ സ്പീക്കറിൽ ഇതൊന്നും നിങ്ങൾക്ക് കിട്ടില്ല. അപ്പോൾ ഒരു കോമ്പണന്റ് സ്പീക്കറിൽ ഈ ട്വീറ്റർ സബ്വൂഫറിൽ നിന്ന് സെപ്പറേറ്റഡ് ആണ്. പിന്നെ മാത്രമല്ല നമ്മളെ ഡാഷിന്റെ കുറച്ച് മുകളിലായിട്ട് നമ്മൾ ഓടിക്കുന്നതിന്റെ ഈ ഒരു ഭാഗത്തായിട്ടായിരിക്കും അത് ഫിക്സ് ചെയ്തിട്ട് ഉണ്ടാവുക. അപ്പോൾ കുറച്ചും കൂടെ ഒരു റിയലിസ്റ്റിക്കും ലൈവും കുറച്ചും കൂടെ ഡെപ്തും ഉള്ള ഒരു മ്യൂസിക് കിട്ടുവാനാണ് കോമ്പണന്റ് സ്പീക്കേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ കോസ്റ്റും കുറച്ച് കൂടുതലാണ്. അപ്പോൾ ഇത് ശരിക്കും കൺസിഡർ ചെയ്യേണ്ട ആൾക്കാർ ആരാന്ന് വെച്ചാൽ വളരെയധികം എംഫസിസ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് സൗണ്ട് ക്വാളിറ്റിക്കും ക്ലാരിറ്റിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആൾക്കാർക്കാണ് കോമ്പണന്റ് സ്പീക്കേഴ്സിന് പോകുന്നത് നല്ലത്. ബഡ്ജറ്റ് വളരെ കോൺഷ്യസ് ആണെങ്കിൽ പിന്നെ നമ്മൾ കോആക്സിയൽ സ്പീക്കേഴ്സ് ആണ് എല്ലാം ചൂസ് ചെയ്യാൻ നല്ലത്. അപ്പോൾ ഇനി നമുക്ക് കോആക്സിയൽ സ്പീക്കേഴ്സ് അല്ലെങ്കിൽ ഫുൾ റേഞ്ച് സ്പീക്കേഴ്സിനെ പറ്റി നോക്കാം. വൂഫറും ട്വീറ്ററും ഒക്കെ നമുക്ക് ഈ ഒരു സ്പീക്കറിന്റെ ഉള്ളിൽ തന്നെ കാണാൻ പറ്റും. സൗണ്ട് ക്വാളിറ്റി വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആൾക്കാർ തീർച്ചയായിട്ടും കോമ്പണന്റ് സ്പീക്കേഴ്സിന് തന്നെ പോകണം. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഏത് ടൈപ്പ് ഓഫ് സ്പീക്കേഴ്സിനാണ് പോകുന്നതെന്ന് ആദ്യം ഒരു ധാരണ ഉണ്ടാവും അല്ലേ. കോമ്പണന്റ് ആണോ കോആക്സിയൽ ആണോ? അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ തീരുമാനിക്കേണ്ടത് എത്ര ഇഞ്ചാണ് നിങ്ങളുടെ വണ്ടിയിലുള്ള സ്പീക്കർ സൈസ്. അതായത് ഇപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട് ഡോസിലും ബാക്ക് ഡോറിലും ആണല്ലോ ഇപ്പോൾ അധികം സ്പീക്കേഴ്സ് ഒക്കെ മൗണ്ടഡ് ആയിട്ട് വരുന്നത്. അപ്പോൾ വളരെ കോമൺ ആയിട്ടുള്ള സൈസുകൾ 5/1/4 എന്നുള്ള ഒരു സൈസ് സ്പീക്കറുകളും അല്ലെങ്കിൽ 6.5 ഇഞ്ച് സ്പീക്കറുകളുമാണ് കമ്പനികൾ ഇപ്പോൾ അധികവും തരുന്നത്. ഇതിൽ ഏതെങ്കിലും ഒരു സൈസ് ആയിരിക്കും നിങ്ങളുടെ ഫ്രണ്ട് ഡോറിലുള്ളതും അല്ലെങ്കിൽ ബാക്ക് ഡോറിലുള്ള സ്പീക്കേഴ്സ്. അപ്പോൾ ഇനി നമ്മൾ ഡീപ്പ് ഡൈവ് ചെയ്ത് ഏത് സ്പീക്കേഴ്സ് ആണ് അതിൻ്റെ സ്പെസിഫിക്കേഷൻ വെച്ച് ഡിസൈഡ് ചെയ്യുന്നതിന് മുന്നേ ഒരു കാര്യം കൂടി നമ്മൾ ഡിസൈഡ് ചെയ്യാനുണ്ട്. അതായത് നിങ്ങളുടെ കമ്പനി ഫാക്ടറി സ്റ്റീരിയോ സിസ്റ്റം വെച്ചിട്ടാണോ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത്, അല്ല നിങ്ങളുടെ ഹെഡ് യൂണിറ്റ് അപ്ഗ്രേഡ് ചെയ്യാൻ പോവുകയാണോ? ഇപ്പോൾ പയനീർ, സോണി, ആൽപൈൻ, ബ്ലോപങ്ക്, ഓങ്ക്യോ അങ്ങനെ പല മാനുഫാക്ചറേഴ്സും ഇപ്പം നമുക്ക് കാറിൽ ഹെഡ് യൂണിറ്റുകൾ തരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ കാറിൽ നിങ്ങൾ വാങ്ങുന്ന സമയത്ത് കിട്ടിയിരിക്കുന്ന നിങ്ങളുടെ ആ ഹെഡ് യൂണിറ്റ് സ്റ്റീരിയോ മാറ്റി അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്ന് നിങ്ങളുടെ ബഡ്ജറ്റ് നല്ലോണം കൂടും, പക്ഷേ നിങ്ങളുടെ സൗണ്ട് ക്വാളിറ്റിയും ആ എൻറ്റയർ സ്പീക്കർ സെറ്റപ്പിൻ്റെ ഔട്ട്പുട്ടും മൾട്ടിപ്പിൾ ഫോൾസ് ഇൻക്രീസ് ചെയ്യും. കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള സ്പീക്കേഴ്സിനാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ആ ഒരു സ്പീക്കേഴ്സിന് നല്ല പവർ വേണം ഡ്രൈവ് ചെയ്യുവാൻ. കമ്പനിയിൽ വരുന്ന ഹെഡ് യൂണിറ്റ്സ് വളരെ ആവറേജ് ആയിട്ടുള്ള ഹെഡ് യൂണിറ്റ്സ് ആണ്. അത് പവറൊക്കെ വളരെ കുറവാണ്. അതിനധികം ഈ ഹൈ എൻഡ് സ്പീക്കേഴ്സിലേക്ക് പവർ പുഷ് ചെയ്യുവാൻ വളരെയധികം സ്ട്രഗിൾ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നല്ലതാണ് നമ്മുടെ കാറിൻ്റെ കൂടെ വന്ന സ്റ്റീരിയോ സിസ്റ്റം മാറ്റി ഒരു തേർഡ് പാർട്ടി ഹെഡ് യൂണിറ്റ് കുറച്ചും കൂടെ നല്ല കേപ്പബിലിറ്റി ഉള്ളത് എടുക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ സ്ട്രിക്ട്ലി
സ്പീക്കേഴ്സിനെ പറ്റി സംസാരിക്കുന്നത് കൊണ്ട് നമ്മൾ ഈ ഒരു ഹെഡ് യൂണിറ്റ് ചൂസ് ചെയ്യുന്നതിനെ പറ്റിയും ആംപ്ലിഫയർ ചൂസ് ചെയ്യാനെ പറ്റിയൊക്കെ ഉള്ള ഒരു വീഡിയോ നമ്മൾ ലേറ്റർ പിന്നീടൊരു സമയത്ത് ചെയ്യുന്നതാണ്. അപ്പോൾ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ പുതിയ വീഡിയോകൾ കാണുവാൻ വേണ്ടി. അപ്പോൾ നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കാർ സ്പീക്കർ ബ്രാൻഡ്സ് അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രിഫറൻസ് ഉള്ള ഇഷ്ടപ്പെടുന്ന കാർ സ്പീക്കർ ബ്രാൻഡ്സിനെ പറ്റിയൊക്കെ തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളൊരു നല്ല സ്പീക്കേഴ്സിനാണ് പോകുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ പറഞ്ഞതുപോലെ നല്ല പവർ വേണം അത് ഡ്രൈവ് ചെയ്യാൻ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളൊരു ആംപ്ലിഫയർ ആഡ് ചെയ്യണം. ഇപ്പം നിങ്ങൾ ഫാക്ടറി സിസ്റ്റം തന്നെയാണ് വെക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ പിന്നെ ഒരു ബേസ് വേരിയൻ്റ് ആണ് വണ്ടി എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് മാറ്റിയിട്ട് അടിപൊളി ഹെഡ് യൂണിറ്റ് വെക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പോൾ തീരുമാനിച്ചിട്ടുണ്ടാവും ആംപ്ലിഫയർ വെക്കണം അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി ഒരു ഹെഡ് യൂണിറ്റ് പുതിയൊരു ഹെഡ് യൂണിറ്റിന് പോകണം എന്നുള്ളത്. അതിനുശേഷം നമ്മൾ ഫസ്റ്റ് ആയിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ട ഒരു സ്പെസിഫിക്കേഷനാണ് ഇനി സ്പീക്കേഴ്സിൽ നമ്മൾ പറയാൻ പോകുന്നത്. ആദ്യത്തേത് പവർ ഹാൻഡ്ലിംഗ്. ഇപ്പോൾ ഇത് യൂഷ്വലി സ്പെസിഫിക്കേഷനിൽ ഇപ്പോൾ ഈ കാണുന്നത് പോലെ RMS അല്ലെങ്കിൽ ടോട്ടൽ വാട്ട്സ് എന്ന് പറഞ്ഞിട്ടായിരിക്കും മെൻഷൻ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ എപ്പോഴും നമ്മൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ RMS ആണ്. ടോട്ടൽ പവറിനേക്കാളും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് RMS പവർ. അപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് പോലെ 55 വാട്ട് അല്ലെങ്കിൽ 60 വാട്ട് RMS എന്നൊക്കെ നമുക്കിതിൽ സ്പെസിഫിക്കേഷനിൽ കാണാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഫാക്ടറി ഹെഡ് യൂണിറ്റ് ആണ് വെക്കാൻ തീരുമാനിക്കുന്നതെങ്കിൽ നിങ്ങൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ കുറച്ചും കൂടെ ലോ പവർ റേഞ്ചിൽ ഓടുന്ന സ്പീക്കേഴ്സ് നോക്കണം. അതായത് 2 വോൾട്ടോ കുറച്ചും കൂടെ കുറവായിട്ടുള്ള പവർ റേഞ്ചിലുള്ള സ്പീക്കേഴ്സ് നോക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല മാനുഫാക്ചറേഴ്സും വെക്കുന്ന ഹെഡ് യൂണിറ്റിൽ അധികം പവർ ഇല്ല. ഇതിന് വേണ്ടിയാണ് നമ്മൾ ലെസ് പവർ റേഞ്ചുള്ള സ്പീക്കേഴ്സ് ഫാക്ടറി ഹെഡ് യൂണിറ്റ് ആണ് നിങ്ങൾ വെക്കുന്നതെങ്കിൽ നോക്കാൻ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ടത് ഫ്രീക്വൻസി റെസ്പോൺസ് ആണ്. അപ്പോൾ ഇത് നമ്മുടെ സ്പീക്കറിൻ്റെ ഒരു സൗണ്ട് പ്രൊഡ്യൂസിങ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്പീക്കറിൻ്റെ കേപ്പബിലിറ്റി കാണിക്കുന്നത്. സാധാരണ ഇത് നമ്മൾ സ്പെസിഫിക്കേഷൻസിൽ നോക്കിക്കഴിഞ്ഞാൽ 62 ഹെർട്സ് ടു 22,000 ഹെർട്സ് അല്ലെങ്കിൽ 42 ഹെർട്സ് ടു 20,000 ഹെർട്സ് എന്നൊക്കെ നമുക്ക് ഈ ഫ്രീക്വൻസി റെസ്പോൺസ് കാണാൻ സാധിക്കും. മനുഷ്യൻ്റെ ചെവിക്ക് കേൾക്കാൻ സാധിക്കുന്നത് ഒരു റേഞ്ച് എന്ന് പറയുന്നത് 20 ഹെർട്സ് ടു 20,000 കിലോ ഹെർട്സ് ആണ്. അപ്പം നമ്മൾ ലോ ഫ്രീക്വൻസി അതായത് ബേസ് നല്ലതാണ് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടല്ലോ, അത് ഈ ലോവർ റേഞ്ചിൽ വരുന്നത് ഇപ്പോൾ 62, 40, 20 ഹെർട്സ് എന്ന് പറയുന്ന ആ ഒരു റേഞ്ചിൽ വരുന്നതാണ് നമ്മുടെ ബേസ് എന്ന് പറയുന്നത്. ഇനി കുറച്ചും കൂടെ മുകളിലേക്ക് ഫ്രീക്വൻസി പോകുന്നതിനനുസരിച്ച് മിഡ് വോക്കൽസ് അങ്ങനെ നമ്മുടെ മിഡ് റേഞ്ചിലേക്കാണ് വരുന്നത്. പിന്നെ ഏറ്റവും മുകളിലേക്ക് 20,000 എബവ് ഒക്കെ പോകുമ്പോൾ വളരെ ഹൈ പിച്ചായിട്ടുള്ള ഹൈ ഫ്രീക്വൻസി സൗണ്ട്സ് ആണ്. അതാണ് നമ്മൾ ട്രെബിൾ എന്ന് പറയുന്നത്. നമ്മുടെ സ്പീക്കറിന് എത്രമാത്രം ലോ ഫ്രീക്വൻസി റേഞ്ച് അതായത് ബേസും മിഡും പിന്നെ ടോപ്പ് ഫ്രീക്വൻസി അതായത് ഹൈ ഫ്രീക്വൻസി അല്ലെങ്കിൽ ട്രെബിൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ഫ്രീക്വൻസി റേഞ്ചിൽ കൂടെ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു സബ് വൂഫർ വെക്കാൻ പ്ലാൻ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് മിഡ് ബേസ് കുറച്ച് എന്തായാലും ഒരു ടൈറ്റായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് ഒരു ലോവർ ഫ്രീക്വൻസി ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സ്പീക്കേഴ്സ് തന്നെ ആയിരിക്കണം. അപ്പോൾ ഈ ഒരു സ്റ്റാർട്ടിംഗ് നമ്പേഴ്സ് എപ്പോഴും ലോവർ ആയിരിക്കണം അങ്ങനത്തെ കേസസിൽ. ഇനി അടുത്ത നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത് നിങ്ങളുടെ സ്പീക്കറിൻ്റെ മെറ്റീരിയൽസ് ആണ്. അതായത് നമ്മളെ വൂഫറിൻ്റെ മെറ്റീരിയൽസ് അല്ലെങ്കിൽ ട്വീറ്ററിൻ്റെ മെറ്റീരിയൽസ്. ഈ കോണ് ഭാഗം നല്ല ഹാർഡായിട്ടുള്ള മെറ്റീരിയൽ ആണെങ്കിൽ കൂടുതൽ ബേസ് അത് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ലൈറ്റർ ആയിട്ടുള്ള വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കോണാണെങ്കിൽ അക്യുറേറ്റ് ആയിട്ട് സൗണ്ട് റീപ്രൊഡ്യൂസ് ചെയ്യും. നിങ്ങൾക്ക് മിഡ് ബേസ് നല്ലോണം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ആ കോണിൻ്റെ ഇത് നോക്കണം. അത് കുറച്ചും കൂടെ നല്ല ടൈറ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് അല്ലെങ്കിൽ സ്റ്റിഫ് ആയിട്ടുള്ള മെറ്റീരിയൽസ് വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു കോണുകൾ ചൂസ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇത് കുറച്ചൊരു ബഡ്ജറ്റും ഇതിനനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്യും. വൂവൺ കാർബൺ ഫൈബർ അല്ലെങ്കിൽ ഫൈബർ ഗ്ലാസ് അങ്ങനത്തെ ഒക്കെ മെറ്റീരിയൽസ് വെച്ചിട്ട് ഈ സ്പീക്കറിൻ്റെ കോൺ ഉണ്ടാക്കുന്നുണ്ട്. അതൊക്കെ നല്ല ടൈറ്റ് ആയിരിക്കും, നല്ല ബേസും മിഡ് ബേസും നമുക്ക് കിട്ടും. അപ്പോൾ സബ് വൂഫർ ഇല്ലാതെ തന്നെ നമുക്ക് ആക്ച്വലി ഇതിൽ ഇതാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇത് കുറച്ചൊരു പൈസ എക്സ്പെൻസീവ് ആയിരിക്കും, പക്ഷേ ഇറ്റ് വിൽ ലാസ്റ്റ് ലോങ്. ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള സ്പീക്കർ കോൺ മെറ്റീരിയൽ പേപ്പർ കോൺസ് ആണ്. ഇതാണ് ഇപ്പോൾ നിങ്ങൾ ഫാക്ടറിയിൽ നിന്ന് വരുന്ന നമ്മുടെ സ്പീക്കേഴ്സിലൊക്കെ ഈ ഒരു സംഗതിയാണ്. കുറച്ച് കാലം കൊണ്ട് ആ സ്പീക്കറിൻ്റെ സംഗതിയൊക്കെ പൊടിഞ്ഞ് ഇതായിപ്പോൾ. പിന്നുള്ളത് പ്ലാസ്റ്റിക്, പ്രൊപ്പലീൻ അങ്ങനെയുള്ള മെറ്റീരിയൽ വെച്ച് ഉണ്ടാക്കുന്ന സ്പീക്കർ കോൺസ് ആണ്, വിച്ച് ഇസ് ഓൾസോ ഗുഡ്. അപ്പോൾ അത് നിങ്ങൾക്ക് ബഡ്ജറ്റിൽ നിൽക്കും, മാത്രമല്ല കുറച്ച് കാലം നല്ലോണം ലാസ്റ്റും ചെയ്യും. വൂഫറിൻ്റെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മെറ്റീരിയൽ ട്വീറ്ററിൻ്റെ മെറ്റീരിയലാണ്. അതായത് ട്വീറ്റർ ഇപ്പോൾ 2 സാധനങ്ങൾ വെച്ചാണ് അധികം ഉണ്ടാക്കുന്നത്. ഒന്ന് സിൽക്ക് അല്ലെങ്കിൽ ക്ലോത്ത്. വേറൊരു ടൈപ്പ് സ്പീക്കേഴ്സ് മെറ്റീരിയൽ എന്താണെന്ന് വെച്ചാൽ മെറ്റാലിക് ടൈപ്പാണ്. അതായത് സെറാമിക്, മെറ്റാലിക് അങ്ങനത്തെ ഒക്കെ ട്വീറ്റേഴ്സ് ഉണ്ട്. അത് വളരെയധികം ഷാർപ്പും ക്രിസ്പും പ്രിസൈസും ആയിട്ടുള്ള മ്യൂസിക്കാണ് ജനറേറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വളരെയധികം ഹൈ പിച്ച് സൗണ്ട്സ് വളരെ ഇങ്ങനെ ചെവിയിൽ കുത്തുന്ന പോലത്തെ ഹൈ പിച്ച് സൗണ്ട് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ ട്വീറ്റർ ചൂസ് ചെയ്യുന്ന സമയത്ത് അത് സിൽക്ക്
സിൽക്ക് അല്ലെങ്കിൽ ക്ലോത്തിനെ കൊണ്ട് ഉണ്ടാക്കിയ ട്വീറ്റർ മെറ്റീരിയൽ ആണെന്ന് നമ്മൾ ശ്രദ്ധിക്കുക. ലാസ്റ്റായിട്ട് ഇനി നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട ഒരു സ്പെസിഫിക്കേഷൻ സെൻസിറ്റിവിറ്റിയാണ്. അപ്പോൾ സാധാരണ ഇത് സ്പെസിഫിക്കേഷനിൽ നമുക്ക് കാണാൻ പറ്റും 90 ഡെസിബൽ അല്ലെങ്കിൽ ഹയർ എന്ന് പറയുന്നതാണ് കുറച്ചൊരു എഫിഷ്യൻസി കാണിക്കുന്ന ഒരു സ്പീക്കേഴ്സ്. അപ്പോൾ കൂടുതൽ ഹയർ എഫിഷ്യൻസി സ്പീക്കേഴ്സ് ആണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി അത് ഒരു ഫാക്ടറി സിസ്റ്റത്തിൻ്റെ കൂടെ പെയർ ചെയ്യുന്നതാണ് നല്ലത്. നിങ്ങൾ വണ്ടി വാങ്ങിച്ചപ്പോഴുള്ള ഹെഡ് യൂണിറ്റ് വെച്ച് തന്നെയാണ് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്യുന്ന സ്പീക്കേഴ്സിന് സെൻസിറ്റിവിറ്റി ഹയർ ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. പക്ഷേ ഹയർ സെൻസിറ്റിവിറ്റി സ്പീക്കേഴ്സിന് ഒരു പ്രശ്നം എന്താ വെച്ചാൽ അധികം ബേസ് ഉണ്ടാകില്ല. അപ്പോൾ നിങ്ങൾക്ക് നല്ല ബേസ് വേണം, പവർഫുൾ സ്പീക്കർ സെറ്റപ്പാണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ കുറച്ചും കൂടെ സെൻസിറ്റിവിറ്റി ലോവർ ആയിട്ടുള്ള സ്പീക്കേഴ്സിന് പോകുക.